സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓപ്ഷൻസ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസ് ഇന്ത്യൻ മാർക്കറ്റിലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. അപ്പം റിപ്പീറ്റ് ആയിട്ട് വന്ന കുറച്ച് ഡൗട്ട്സ് എന്ന് വെച്ചാൽ ചോദ്യങ്ങളാണ് ഓപ്ഷൻസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം പലരും ഓപ്ഷൻസ് പഠിച്ചിട്ടുണ്ടാവാം, ഒരുപാട് പേര് അതിൽ ട്രേഡ് ചെയ്യുന്നുണ്ടാവാം, അവർക്കൊക്കെ അറിയായിരിക്കും. അറിയാത്ത കുറെ പേരുണ്ട്. എന്തിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ പണ്ട് ഓപ്ഷൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് യൂട്യൂബ് സെർച്ച് ചെയ്തതാണ്. അപ്പോൾ പ്രോപ്പർ ആയിട്ട് ഓപ്ഷൻസ് ക്ലിയർ ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ട് കൊടുത്ത് പഠിച്ചു, പക്ഷെ അതൊരു ബെറ്റർ ആയില്ല. അതിനുശേഷം സെർച്ച് ചെയ്താണ് ഞാൻ കണ്ടുപിടിച്ചത്. അപ്പം അങ്ങനെ തുടങ്ങുന്നവർക്ക് വേണ്ടി ഓപ്ഷൻസ് എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ്ഡ് ആയുള്ളവരെ കാണണമെന്നില്ല, ഒരു നിർബന്ധമില്ല. അവരെന്താ പറയുക, അഡ്വാൻസ് കൺസെപ്റ്റ് മാത്രം പഠിച്ചാലും കാര്യങ്ങളൊക്കെ മതി. അവരിതൊക്കെ പഠിച്ചതായിരിക്കും അല്ലെ. അപ്പം ഇത് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. സോ അപ്പൊ എന്താണ് ഓപ്ഷൻസ്? അപ്പൊ സിമ്പിൾ ആയിട്ട് അതിനൊരു ഡെഫിനിഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് നമ്മളിപ്പം പലരും ചീട്ടുകളി അതേപോലെയൊക്കെ പറയും, ഓക്കെ, ഗാംബ്ലിംഗ്. അപ്പൊ അതൊന്നും അല്ല. ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ആണ്. ഓക്കെ, നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഇത് ഒരു ആൾക്കാരെ പറ്റിക്കുന്ന ഒരു സംഗതിയാണ് ഓപ്ഷൻസ്. പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് ഓപ്ഷൻസ്. ഓക്കെ, അപ്പൊ അതിന്റെ ഡെഫിനിഷൻ ഇത്രയേ ഉള്ളൂ. നമ്മൾ മാർക്കറ്റിൽ വരുമ്പോൾ നമുക്ക് സ്റ്റോക്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അറിയാം അല്ലെ. കോമൺലി നിങ്ങൾ ഒരു 100 രൂപേന്റെ ഒരു സ്റ്റോക്ക്, ഇപ്പൊ എന്ത് സ്റ്റോക്ക് ആയിക്കോട്ടെ, ഇപ്പം ടാറ്റ മോട്ടോഴ്സ്, IRFC, അങ്ങനെ ഒരുപാട് സ്റ്റോക്സ് ഉണ്ട്. അപ്പൊ അതിലൊരു സ്റ്റോക്സ് നിങ്ങൾ മാർക്കറ്റിൽ വരുമ്പോൾ കാണുന്ന അതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 രൂപയാണ്. അപ്പൊ ഈ 100 രൂപേന്റെ സാധനം ഏത് കുട്ടിക്കും അറിയാം. 100 രൂപേന്റെ ഒരു സാധനം നമ്മൾ വാങ്ങിയിട്ട് കഴിഞ്ഞാൽ അതിൽ വില കൂടുന്നത് നമ്മൾ വെയിറ്റ് ചെയ്യണം അല്ലെ. 100 എന്നുള്ള 120 വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് 20 രൂപ ലാഭം കിട്ടും. അതാണ് സ്റ്റോക്സ് അല്ലെ. അപ്പം 100 എന്നുള്ളത് നമ്മൾ 100ന് വാങ്ങി, സോ പ്രൈസ് ഒരു താഴോട്ടാണ് പോയത്. 100ന് ഒരു 80 വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നഷ്ടം വന്നു. സെല്ല് ചെയ്താൽ നമുക്ക് ലാഭമാണ്. അപ്പം നമ്മുടെ കയ്യിൽ ഇല്ലാത്തൊരു സാധനം എങ്ങനെ സെല്ല് ചെയ്യുന്ന വെച്ചാൽ മാർക്കറ്റിലുള്ള ഒരു ഓപ്ഷൻ ആണ്. നമുക്ക് അറ്റ് എ ടൈം ബൈ ആൻഡ് സെല്ല് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഇത്രയുള്ള കാര്യം, നമ്മളെടുത്ത 100 രൂപന്റെ ഒരു സ്റ്റോക്കാണ് നമ്മൾ വാങ്ങാൻ വന്നത്. നമ്മളെല്ലാ ടെക്നിക്കൽ അനാലിസിസ്, എന്താണ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. SMC ഇതിനു മുമ്പുള്ള വീഡിയോസിൽ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് SMC കാര്യങ്ങളൊക്കെ. അത് വെച്ച് നമുക്ക് മനസ്സിലായി മാർക്കറ്റിൽ നിന്ന് പോകാൻ പോകുന്നത് താഴോട്ടാണ്. അപ്പം താഴോട്ട് പോകുന്ന ഒരു സാധനം, അതിന്റെ പ്രൈസ് എന്തായാലും കുറയാനാണ് പോകുന്നത് അല്ലെ. അപ്പൊ താഴോട്ട് പോകുന്ന ഒരു സാധനം നമുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നഷ്ടമേ സംഭവിക്കുള്ളൂ. എന്ന് വെച്ചാൽ 100 രൂപേന്റെ ഒരു സാധനം നമ്മൾ ബൈ ആണ് ഇവിടെ ചെയ്യുന്നതെങ്കിൽ പ്രൈസ് മേലോട്ട് പോകണം, എന്നാലേ നമുക്ക് ഇവിടെ ലാഭം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ പ്രൈസ് താഴോട്ടാണ് പോകുന്നത്, നമുക്കിത് എക്സ്പെക്ടേഷൻ കിട്ടുകയും ചെയ്തു. എന്ന് വെച്ചാൽ നമ്മൾ ടെക്നിക്കൽ നമ്മുടെ അനാലിസിസ് ഒക്കെ വെച്ച് നമ്മൾ കണ്ടുപിടിച്ചു മാർക്കറ്റിൽ നിന്ന് താഴോട്ടാണ് പോകുന്നത്. അപ്പൊ താഴോട്ട് പോകുന്ന ഒരു മാർക്കറ്റിൽ നമുക്ക് പൈസ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ അവിടെ സെല്ല് ചെയ്യണം. അത് എങ്ങനെ എന്നുള്ളൊരു ക്വസ്റ്റ്യന് വേണ്ട, ഇത്ര മനസ്സിലാക്കിയാൽ മതി. നമുക്കിവിടെ മാർക്കറ്റ് താഴോട്ട് പോകുന്നു മനസ്സിലാക്കിയാൽ സെല്ല് ചെയ്യാൻ പറ്റും, മാർക്കറ്റ് മേലോട്ട് പോകുന്നു മനസ്സിലാക്കിയാൽ ബൈ ചെയ്യാൻ പറ്റും. ഇത്രേ ഉള്ളൂ ഡെഫിനിഷൻ. അത്ര ആലോചിച്ചാൽ മതി, കൂടുതൽ കടന്ന് ചിന്തിച്ചത് കൊളാക്കണ്ട. സോ മാർക്കറ്റ് താഴോട്ട് പോകുമ്പോൾ നമുക്ക് എങ്ങനെ ലാഭം ഉണ്ടാക്കാൻ പറ്റും? ഇപ്പൊ 100 രൂപേന്റെ ഒരു സ്റ്റോക്ക് നമ്മൾ വാങ്ങി, അതിൽ പ്രൈസ് മേലോട്ട് പോയാൽ നമുക്ക് നഷ്ടമേ ഉണ്ടാവുള്ളൂ. നമ്മൾ സെല്ലാണ് ചെയ്യുന്നതെങ്കിൽ താഴോട്ട് പോയാൽ ലാഭം ഉണ്ടാവും. അപ്പം 100ന്ന് എത്ര താഴോട്ട് പോകുന്നു അത്രയും നമുക്ക് ലാഭം കിട്ടും. ഇപ്പൊ 80, 60, ഇതൊക്കെ വളരെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ പലരും അഡ്വാൻസ് ആൾക്കാർ കാണുമ്പോൾ ചിരി തോന്നാം, പക്ഷെ ചിരിക്കണ്ട, നിങ്ങളൊക്കെ ഈ സ്റ്റേജിൽ കൂടെ തന്നെയാണ് കടന്നു വന്നത്. ഓക്കെ, അപ്പൊ 100, 80, 60, അതിനുശേഷം 40. ഓക്കെ, അപ്പൊ ഇങ്ങനെ പ്രൈസ് താഴോട്ട് പോകുന്നതനുസരിച്ച് നിങ്ങൾക്ക് എന്തുണ്ടാവും? പ്രോഫിറ്റ്സ് ഉണ്ടാവും, സെല്ലാണ് ചെയ്തെങ്കിൽ. അപ്പൊ സെല്ല് ചെയ്താൽ പ്രൈസ് ഒരിക്കലും മേലോട്ട് പോകാൻ പാടില്ല. നിങ്ങൾ ബൈ ആണ് ചെയ്തെങ്കിൽ എന്താണ് സംഭവിക്കേണ്ടത്? പ്രൈസ് മേലോട്ട് പോകണം. ഒരു കാരണവശാലും പ്രൈസ് എന്ത് ചെയ്യാൻ പാടില്ല? താഴോട്ട് വരാൻ പാടില്ല. താഴോട്ട് വന്നാൽ നിങ്ങൾക്ക് എന്താ സംഭവിക്കും? അവിടെ നഷ്ടം സംഭവിക്കും. ക്ലിയർ? അപ്പൊ 100 ഉണ്ടായി, 100ന്ന് മേലോട്ട് എത്ര? 1 രൂപ, 2 രൂപ, 3, 5, 10 അങ്ങനെ കൂടിക്കൊണ്ടിരിക്കണം. 110, അതിനുശേഷം എന്തുണ്ടാവണം? പ്രൈസ് മേലോട്ട് പോയിക്കൊണ്ടിരിക്കണം. 110 ഉണ്ടായി, ഇനി അതിന്റെ മേലെ എന്താ? 120 ആണ്, 120, 130 ആണ്, 130, അങ്ങനെ പ്രൈസ് മേലോട്ട് പോകുന്ന വെച്ചാൽ നിങ്ങൾക്ക് ലാഭം ഉണ്ടാവും. എന്ത് ചെയ്താൽ? ബൈ ചെയ്താൽ. അപ്പൊ ഇവിടെ സെല്ലും ചെയ്യാം ബൈയും ചെയ്യാം. ഈ ഐഡിയ എല്ലാവർക്കും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. സോ അടുത്ത കാര്യം പറയാം. അപ്പൊ നിങ്ങൾക്ക് ബൈയും സെല്ലും ചെയ്യാനുള്ള ഓപ്ഷൻ മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ അത് സ്റ്റോക്സ്. അപ്പം മാർക്കറ്റ് മേലോട്ട് പോയാൽ നിങ്ങൾക്ക് ബൈ ചെയ്യാം, താഴോട്ട് ആണെങ്കിൽ സെല് ചെയ്യാം. ഓക്കെ, ഇറ്റ്സ് എ കോമൺ ഫാക്ട്. അടുത്തത് മനസ്സിലാക്കേണ്ടത് എന്താണ് ഓപ്ഷൻസിന് ഇതിന് പങ്കുള്ളത്. ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് അല്ല. ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്പെസിഫിക് കോൺട്രാക്ട്സ്. എന്താണ് സ്പെസിഫിക് ആയിട്ടുള്ള കോൺട്രാക്ട്സ് എന്ന് വെച്ചാൽ മാർക്കറ്റിൽ ഓരോ എക്സ്പയറി വെച്ചിട്ട് ഓരോ കോൺട്രാക്റ്റുകൾ ഉണ്ടാവും. എന്താണ് കോൺട്രാക്ട് എന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകണം, അതിന്റെ ഒന്നും ആവശ്യം നമുക്കില്ല. ഇത് എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താം അത് മാത്രം പഠിച്ചാൽ മതി. അപ്പം കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ.
നമുക്ക് മാർക്കറ്റിൽ ഡിഫറെന്റ് പ്രൈസ് പോയിന്റിന്റെ കോൺട്രാക്റ്റുകൾ കാണാം. അതിൽ ബാങ്ക് നിഫ്റ്റി, നിഫ്റ്റി 50 അങ്ങനെ ഒരുപാട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിഫ്റ്റി 50 ഫ്യൂച്ചേഴ്സ് ഉണ്ട്, നിഫ്റ്റി 50 ഇൻഡെക്സ് ഉണ്ട്, ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചേഴ്സ് ഉണ്ട്, ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സ് ഉണ്ട്. അപ്പൊ ഞാൻ കറക്റ്റ് പറഞ്ഞു തരാം എന്താണ് എടുക്കേണ്ടത്, ഏതാണ് എടുക്കേണ്ടത്. നിങ്ങൾ ഇൻഡെക്സ് ചാർട്ട് എടുക്കണ്ട, എന്തെടുത്താൽ മതി, ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചേഴ്സ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാർട്ട് കിട്ടും. അതെങ്ങനെ എടുക്കേണ്ടതെന്നൊക്കെ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഇതെടുത്തു കഴിഞ്ഞാൽ ഇതൊരു കോൺട്രാക്റ്റ് ആണ്, സ്പെസിഫിക് ആയിട്ട് എക്സ്പയർ ആവുന്ന ഒരു കോൺട്രാക്റ്റ് ആണ്. എങ്ങനെയാണ് ഇത് എക്സ്പയർ ആവുക? നമ്മളിപ്പോ ഒരു ബിങ്കോയിന്റെ കവർ വാങ്ങി അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റ് വാങ്ങി, അതിനൊക്കെ ഒരു എക്സ്പിറേഷൻ ഉണ്ടാവും അല്ലെ? ഇപ്പൊ ബിങ്കോ ആണെങ്കിൽ യൂസ് ബിഫോർ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഒരു ദിവസം കഴിഞ്ഞ് 3 മാസം മാക്സിമം യൂസ് ചെയ്യാം. അതിനുശേഷം അതെന്താവും, എക്സ്പയർ ആവും. അതിനുശേഷം നമുക്ക് തിന്നാൻ പറ്റുമോ? ഇല്ല. അപ്പം അതേപോലെയാണ് എക്സ്പിറേഷൻ ഇവിടെയും നമ്മൾ യൂസ് ചെയ്യുക. എന്ന് വെച്ചാൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കോൺട്രാക്റ്റിന് അതിൻ്റെതായിട്ടുള്ള എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും. ആ ഡേറ്റ് കഴിഞ്ഞ് ആ ഡേറ്റ് വരെ നമുക്ക് ട്രേഡ് ചെയ്യാം. ആ ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ കോൺട്രാക്ട് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്തിനാണ് ഇങ്ങനെ കോൺട്രാക്ട് കൊടുക്കുന്നത്? എന്തിനാണ് കോൺട്രാക്ട് കൊടുക്കുന്നത് വെച്ചാൽ നമുക്കിതിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാർക്കറ്റിംഗിൽ ഒരു കോൺട്രാക്ട്സ് ഉള്ളത്. ഓക്കെ, അപ്പൊ അത് ഒരു ആഴ്ചകളിൽ എക്സ്പയർ ആവുന്ന കോൺട്രാക്ട് ഉണ്ട്, മാസങ്ങളിൽ എക്സ്പയർ ആവുന്ന കോൺട്രാക്ട്സ് ഉണ്ട്. അപ്പൊ എന്തിനാണ് ഇതിങ്ങനെ മാസം മാസം അല്ലെങ്കിൽ ആഴ്ചക്ക് എക്സ്പയർ ആവുന്നതെന്ന് വെച്ചാൽ അത് പ്രൈസിന്റെ ഡീക്കെ എന്ന് വെച്ചാൽ പ്രൈസ് ഡീക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, സിമ്പിൾ ആയിട്ട് അടുത്ത് വരുമ്പോൾ പറഞ്ഞു അല്ലെങ്കിൽ എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവും. അപ്പൊ ഇങ്ങനെ ആഴ്ചക്കുള്ള എക്സ്പയറീസ് ഉണ്ട്, മന്ത്ലി ഉള്ള എക്സ്പയറീസ് ഉണ്ട്. അപ്പൊ ഇതിന് നമുക്ക് എങ്ങനെയാണ് ട്രേഡ് ചെയ്യാൻ പറ്റുക? ഇത്രേ ഉള്ളൂ. ലോജിക്കലി നമ്മൾ മാർക്കറ്റിൽ വന്നു, ബാങ്ക് നിഫ്റ്റി അല്ലെങ്കിൽ നിഫ്റ്റി 50, ഞാനിപ്പോ ഒരു ചാർട്ടാണ് കാണിക്കുന്നത്, നിഫ്റ്റി പിന്നെ കാണിച്ചു തരാം. അപ്പൊ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചേഴ്സ് ചാർട്ട് എടുത്തു. ടൈം ഫ്രെയിം നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അപ്പൊ ഇതിൽ റൈറ്റ് സൈഡിൽ കാണുന്ന പ്രൈസ് പോയിന്റ് കാണാം അല്ലെ, 46,000, 46,100, 200, 300 ലൈക്ക്. ഓക്കെ, അപ്പൊ ബാങ്ക് നിഫ്റ്റിയിലെ പ്രൈസ് നമുക്ക് കോൺട്രാക്ട് അവൈലബിൾ ആയിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ 100 പോയിന്റ്സ് ഇടപെട്ടിട്ടായിരിക്കും നമുക്ക് കോൺട്രാക്ട്സ് അവൈലബിൾ ആയിട്ടുണ്ടാവുക. ഇപ്പൊ 46,000 ഒരു കോൺട്രാക്ട് ആയിരിക്കാം. അതിൽ രണ്ട് ടൈപ്പ് കോൺട്രാക്ട്, ഈ 46,000 ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് ടൈപ്പ് കോൺട്രാക്ട് ഉണ്ട്. നിങ്ങളിത് കേൾക്കുമ്പോൾ ഭയങ്കര വലിയ എന്തോന്ന് വിചാരിക്കും, വേണ്ട, കുറച്ചും കൂടി മുമ്പോട്ട് പോകുമ്പോൾ സിമ്പിളായി ഇത്രേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കി തരുന്നു. ഐ ആം ഗ്യാരണ്ടി. ഓക്കെ, അപ്പൊ 46,000 കോൺട്രാക്ട് മാർക്കറ്റിലുണ്ട്. എന്തിനാ 46,000 കോൺട്രാക്ട് ഉണ്ടെന്ന് പറയുന്നത്? ഇവിടെ സൈഡിലുള്ള പ്രൈസ് പോയിന്റ് അത്രേ ഉള്ളൂ. 46,000 ഇവിടെ കണ്ടാൽ അതിന്റെ കോൺട്രാക്ട് ഉണ്ട്. ഞാൻ പറഞ്ഞു ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് 100 പോയിന്റ്സ് വെച്ചിട്ടായിരിക്കും എന്തുള്ളത്, കോൺട്രാക്ട്സ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ആർക്കും അത് മനസ്സിലാക്കാൻ പറ്റും. 100 പോയിന്റ്സ് വെച്ചിട്ടാണ് കോൺട്രാക്ട് ഉള്ളെങ്കിൽ 46,000 അടുത്ത കോൺട്രാക്ട് എത്രയായിരിക്കും? 46,100 അല്ലെ, 46,100. അതിന്റെ അടുത്ത കോൺട്രാക്ട് എത്രയായിരിക്കും? 46,200 അല്ലെ. അതിന്റെ അടുത്ത കോൺട്രാക്ട് എത്രയായിരിക്കും? 46,300. ഓക്കെ, അപ്പൊ ഇതാണ് കോൺട്രാക്റ്റുകൾ. അപ്പൊ ബാങ്ക് നിഫ്റ്റിയിൽ 100 പോയിന്റ്സ് ഇടപെട്ടിട്ടായിരിക്കും കോൺട്രാക്ട്സ് ഉണ്ടാവുക. ഇതിന്റെ ബാക്കോട്ടുള്ള കോൺട്രാക്ട് എത്രയായിരിക്കും? 45,900 അല്ലെ. അതിന്റെ ബാക്കോട്ടുള്ള കോൺട്രാക്ട് എത്രയായിരിക്കും? 45,800 ലൈക്ക്. ഇങ്ങനെ 100 പോയിന്റ് താഴോട്ടും മേലോട്ടും പോകും. ഓക്കെ, അപ്പൊ ബാങ്ക് നിഫ്റ്റിയിൽ 100 പോയിന്റ് ഇടവിട്ടിട്ടാണ് നമുക്ക് കോൺട്രാക്ട്സ് അവൈലബിൾ ആയിട്ടുണ്ടാവുക. അപ്പൊ സൈഡിൽ കാണുന്ന പോയിന്റ്സിലെ 45,825 എന്ന് പറഞ്ഞൊരു കോൺട്രാക്ട് നമുക്ക് ഉണ്ടാവില്ല. നമുക്ക് എത്ര ഉണ്ടാവുള്ളൂ? 45,800 അല്ലെ, 45,700, 45,900 ലൈക്ക്. കാരണം 100 പോയിന്റ് ഇടവിട്ടിട്ടുള്ള എന്താ ഉണ്ടാവുള്ളൂ? കോൺട്രാക്ട്സ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ കോൺട്രാക്റ്റുകളുടെ ഇടയിൽ വേറെ കോൺട്രാക്ട്സ് ഉണ്ട്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ പറഞ്ഞു മാർക്കറ്റ് ഇവിടെ സിമ്പിൾ ആയിട്ട് നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു തന്നു. മാർക്കറ്റിൽ ബൈ ഉണ്ട് അല്ലെ, ബൈ ഉണ്ടെന്നല്ല, ബൈ ചെയ്യാം ആൻഡ് സെല്ലും ചെയ്യാം, ആൻഡ് സെൽ രണ്ടും ചെയ്യാം. അപ്പൊ സെല്ല് എന്തിനാ ചെയ്യുന്നത്? മാർക്കറ്റ് താഴോട്ട് പോകണം, നമുക്ക് സെല് ചെയ്താലേ ലാഭം കിട്ടുള്ളൂ. ബൈ എന്തിനാ ചെയ്യുന്നത്? മാർക്കറ്റ് മേലോട്ട് പോകണം, ബൈ ചെയ്താലേ നമുക്ക് ലാഭം കിട്ടുള്ളൂ. കറക്റ്റ്. അതേപോലെ ഓപ്ഷൻസിലും നമുക്ക് എന്തുണ്ട്? ബൈ ആൻഡ് സെൽ ഉണ്ട്. പക്ഷെ ഓപ്ഷൻസിൽ ഇവിടെ ബൈ ആൻഡ് സെല്ല് നല്ല കാണാൻ പറ്റുക, അതിന് വേറെ സ്പെസിഫിക് ആയിട്ടുള്ള കോൺട്രാക്ട്സ് ആയിട്ടാണ് കാണാൻ പറ്റുക. അപ്പം ഓപ്ഷൻസിലെ ബൈനെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന കോൺട്രാക്ട്, അല്ലെങ്കിൽ ഓപ്ഷൻസിനെ ബൈ എന്ന് പറയുന്ന ടേമിന് പകരം നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ടേം എന്ന് പറഞ്ഞാൽ കോൾ ഓപ്ഷൻ സിഇ. ഓക്കെ, കോൾ ഓപ്ഷൻ സിഇ. ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഇവിടെ ശ്രദ്ധിച്ചിരുന്ന് പഠിക്കുക. കാരണം ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലും 10, 35, 40 ഞാൻ പറയുന്നില്ല, പ്രമുഖമായ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് അറിയാം. പഠിച്ചവരുണ്ടാവും, പഠിക്കാത്തവരുണ്ടാവും, ഇനി ട്രാപ്പ് ആവാൻ പോകുന്നവരുണ്ടാവും. അവിടെ നിങ്ങൾ 45, 50, 60 കൊടുത്തിട്ട് പഠിക്കുന്ന സാധനമാണ് ഇവിടെ ഞാൻ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നത്. അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കുക. ഫ്രീ ആയതുകൊണ്ട് ഇതിന് വാല്യൂ ഇല്ല എന്ന് വിചാരിക്കേണ്ട. നിങ്ങൾ പഠിച്ചിട്ട് വന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഉണ്ടാവില്ലയോ. ഓക്കെ, സോ ബൈന് നമ്മൾ യൂസ് ചെയ്യുന്ന ടേമാണ് കോൾ ഓപ്ഷൻ. ആൻഡ് സെൽ, അപ്പൊ സെല്ലിന് ഒരു ടേം ആണ്. സെല്ലിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടേമാണ് പുട്ട് ഓപ്ഷൻ, പിഇ. ഓക്കെ, അപ്പൊ കോൾ ഓപ്ഷൻ ആൻഡ് പുട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞ രണ്ട് സാധനങ്ങളാണ് ഓപ്ഷൻസിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് മേലോട്ട് പോവുകയാണെങ്കിൽ ബൈ എക്സ്പെക്ടേഷൻ, സെല്ലിന് പകരം പറയുന്ന ടേമാണ് പുട്ട് ഓപ്ഷൻ. അപ്പൊ മാർക്കറ്റ് താഴോട്ട് പോവുകയാണെങ്കിൽ
നമുക്ക് യൂസ് ചെയ്യേണ്ട ടേമാണ് പുട്ട് ഓപ്ഷൻ. അപ്പൊ കോൾ ഓപ്ഷൻ ആൻഡ് പുട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ടും എന്തിനാണ് സ്പെസിഫിക് ആയിട്ട് യൂസ് ചെയ്യുന്നത്? ബൈയിനെയും സെല്ലിനെയും മനസ്സിലാക്കാൻ വേണ്ടി. ഓക്കെ, അപ്പൊ നമുക്ക് മാർക്കറ്റ് 46,000-ലാണ് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ ചാർട്ട് ഞാൻ വരച്ചുകൊണ്ട് കാണുന്നില്ല. സപ്പോസ് ഇവിടെ ഞാൻ ബൈ ചെയ്യുന്നു. ഈ ബൈ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. അപ്പൊ അതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പം 46,500-ൽ നിന്ന് നോക്കുക, 46,500 ഇതിൽ ഇൻ ദ മണി, ഔട്ട് ഓഫ് ദ മണി, അറ്റ് ദ മണി എന്നൊക്കെ പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്. അത് ഞാൻ പഠിപ്പിക്കാം. ഇപ്പൊ ഒന്നും നോക്കുന്നില്ല. ഇപ്പൊ ജസ്റ്റ് ഇവിടെ നോക്കുക, 46,500 എന്നുള്ള പോയിന്റിൽ നിന്ന് മാർക്കറ്റ് മേലോട്ട് പോകും. നമുക്കറിയാം എന്താണ് റീസൺ, നിങ്ങൾക്ക് അറിയാം അല്ലെ? പ്രീമിയം ഡിസ്കൗണ്ട് കൺസെപ്റ്റ് ബൈ. ഓക്കെ, നിങ്ങൾക്ക് അറിയാം, ഞാൻ പറയുന്നില്ല. അപ്പൊ 46,500 നിന്ന് മാർക്കറ്റ് മേലോട്ട് പോകും നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ 46,500-ന്റെ ബൈ എന്ന് പറഞ്ഞ സാധനം ഇല്ല, പകരം എന്താ ഉണ്ടാവുക? കോൾ ഓപ്ഷൻ. അപ്പൊ 46,500-ന്റെ കോൾ ഓപ്ഷൻ ആണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. സിഇ ഇങ്ങനെ സെർച്ച് ചെയ്താലേ നമുക്കത് കിട്ടുള്ളൂ. നമുക്ക് ഒരു കാരണവശാലും ട്രേഡിംഗ് വ്യൂവിൽ ഓരോ ഡിഫറെന്റ് കോൺട്രാക്ട്സ് കിട്ടില്ല. അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രോക്കേഴ്സ് ഉണ്ടാവുക ചാർട്ട്. അത് ഞാൻ കാണിച്ചില്ല, അതിലോട്ട് വരാം. അപ്പൊ 46,500-ന്റെ കോൾ ഓപ്ഷൻ നമ്മൾ സെർച്ച് എടുക്കണം. അപ്പൊ ഞാൻ ഇതിന്റെ ഇടയിലുള്ള ഔട്ട് ഓഫ് ദ മണി, ഇൻ ദ മണി ഒന്നും ഇപ്പൊ പറയുന്നില്ല. അത് പറഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. അപ്പൊ അത് പറയുന്നതിനെക്കാട്ടും ഇത് പഠിപ്പിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോയാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിരിക്കും. അപ്പൊ 46,500-ന്റെ കോൾ ഓപ്ഷൻ ആണ് നമുക്ക് എടുക്കേണ്ടത്. എന്തിനാണ്? നമുക്ക് മനസ്സിലായി മാർക്കറ്റ് മേലോട്ടാ പോവാണെന്ന്. അതുകൊണ്ട് നമ്മൾ 46,500-ന്റെ ബൈ അല്ല കോൾ ഓപ്ഷൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു. അപ്പൊ ഇതിൽ നമ്മൾ ബൈ ചെയ്താൽ 46,500 എടുക്കണേ എത്ര രൂപ വേണം? അതൊന്നും ഡൗട്ട് അടിക്കേണ്ട, നിങ്ങൾ ആദ്യം തന്നെ ടേം ഓടിച്ചു നോക്ക്. 46,500-ന്റെ കോൾ ഓപ്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് മേലോട്ട് പോകുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. ലോജിക്കാണ് അല്ലെ? നമുക്ക് മാർക്കറ്റ് മേലോട്ട് പോകുന്ന പറഞ്ഞാൽ ബൈ എടുത്താൽ പ്രോഫിറ്റ് കിട്ടും. 46,500-ന്റെ കോൾ ഓപ്ഷൻ നമ്മൾ എടുത്തു, പക്ഷെ മാർക്കറ്റ് താഴോട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ലോസ് കിട്ടും. ക്ലിയർ? ഇനി നമുക്ക് മനസ്സിലായി മാർക്കറ്റ് ഇവിടെ നിന്ന് സെല്ലാണ് വരാൻ പോകുന്നത്. അതിന്റെ റൈറ്റ് സൈഡിലെ പ്രൈസ് കണ്ടുപിടിക്കുക. 46, ഞാൻ പറഞ്ഞു 100 പോയിന്റ്സ് വെച്ചിട്ടായിരിക്കും ബാങ്ക് നിഫ്റ്റിയിലെ കോൺട്രാക്ട്സ് അവൈലബിൾ ആയി ഉണ്ടാവും. അപ്പൊ 46,900. 46,900 നിന്ന് മാർക്കറ്റ് താഴോട്ട് വരും നമുക്ക് മനസ്സിലായി. അപ്പൊ നമ്മൾ എന്താ സെർച്ച് ചെയ്യണ്ടേ? പറഞ്ഞേ. 46,500-ന്റെ പറ പുട്ട് ഓപ്ഷൻ. പുട്ട് ഓപ്ഷൻ എടുക്കുന്നു. എന്തിനാണ് പുട്ട് ഓപ്ഷൻ എടുക്കുന്നത്? മാർക്കറ്റ് താഴോട്ടാണ് വരിക, നമുക്ക് താഴോട്ട് സെല്ലാണ് ചെയ്യേണ്ടത്. സെൽ എന്നുള്ള ഓപ്ഷൻ ഇല്ല, അതിന് പകരം പുട്ട് ഓപ്ഷൻ. അപ്പൊ താഴോട്ട് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ്സ് കിട്ടും. ഇതിനെയാണ് ഒരു പുട്ട് ഓപ്ഷൻ, ഇതിനെയാണ് ഒരു കോൾ ഓപ്ഷൻ എന്ന് പറയാം. ഇതെല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആവാത്തവരും എന്ത് ചെയ്യുക? ഒന്നും കൂടി ഇരുന്നിട്ട് കാണാം. അപ്പം ഇത്രയേ ഉള്ളൂ ഇതിന്റെ ലോജിക്ക്. നമ്മൾ ഓപ്ഷൻസിൽ വരുന്നു, അതിൽ മാർക്കറ്റ് മേലോട്ട് പോകുന്നുള്ള എക്സ്പെക്ടേഷനിൽ നമ്മൾ കോൾ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. പക്ഷെ മേലോട്ട് പോയില്ല, പ്രൈസ് താഴോട്ടാവുന്നെങ്കിൽ നമുക്ക് അവിടെ എന്ത് കിട്ടും? ലോസ് കിട്ടും. ഇനി നമ്മുടെ മാർക്കറ്റ് എക്സ്പെക്ടേഷൻ താഴോട്ട് വരുന്നതാണ്. താഴോട്ട് വരുമ്പോൾ നമ്മൾ എന്തെടുക്കണം? പുട്ട് ഓപ്ഷൻ എടുക്കണം. പുട്ട് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. മാർക്കറ്റ് താഴോട്ട് വന്നാൽ നേരെ മറിച്ച് മാർക്കറ്റ് ഓപ്പോസിറ്റ് മേലോട്ടാ കയറി പോകുന്നെങ്കിൽ എന്ത് കിട്ടും? അവിടെ നഷ്ടം കിട്ടും. ക്ലിയർ? അപ്പൊ എന്താണ് കോൾ ഓപ്ഷൻ, എന്താണ് പുട്ട് ഓപ്ഷൻ എന്ന് മനസ്സിലായി. ബാങ്ക് നിഫ്റ്റിയിലെ പോയിന്റ്സും കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇതില് ഡൗട്ട് ഇല്ല എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ ഇത് ബാങ്ക് നിഫ്റ്റിന്റെ കേസ്. ബാങ്ക് നിഫ്റ്റി വിട്ട് നമ്മൾ നേരെ നിഫ്റ്റി 50-ലോട്ടാണ് വരുന്നതെന്ന് വിചാരിക്കുക. 1 സെക്കൻഡ്, ഈ ടേംസ് ഇവിടെ ഇരിക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ നിഫ്റ്റി 50-ലോട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിഫ്റ്റി 50-ൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ചാർട്ടിൽ റൈറ്റ് സൈഡിൽ പ്രൈസ് അല്ലെ? അപ്പൊ നിഫ്റ്റി 50-ൽ ഒരു മാറ്റമുണ്ട്. നിഫ്റ്റി 50-ൽ ഓരോ 50 പോയിന്റ് വെച്ചിട്ടാണ് കോൺട്രാക്ട്സ് ഉണ്ടാവുക. മറ്റേത് 100 പോയിന്റ്സ് ആണെങ്കിൽ ഇവിടെ 50 പോയിന്റ് വെച്ചിട്ടാണ് കോൺട്രാക്ട്സ് ഉണ്ടാവുക. അപ്പൊ ഈ 50 പോയിന്റ്സ് വെച്ചിട്ടാണ് നിങ്ങളുടെ കോൺട്രാക്ട് ഉള്ളതെങ്കിൽ എത്രയായിരിക്കും? ഇപ്പൊ ഇവിടെ പ്രൈസ് റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് പ്രൈസ് കാണാം 22,150. അടുത്ത മേലോട്ടുള്ള പ്രൈസ് പോയിന്റ് എത്രയായിരിക്കും നിങ്ങൾക്ക് അറിയാം? എത്രയായിരിക്കും? മേലോട്ടാണെങ്കിൽ 22,150 കഴിഞ്ഞാൽ 200 അല്ലെ? അതിന്റെ മേലോട്ടുള്ള പോയിന്റ് എത്രയായിരിക്കും? 22,250. അതിന്റെ മേലോട്ടുള്ള കോൺട്രാക്ട് ഏതായിരിക്കാം? 22,300. ലൈക്ക് ഇനി താഴോട്ടാണ് വരുന്നെങ്കിൽ എത്ര വരിക? 22,100. അതിന്റെ താഴോട്ട് വരുമ്പോൾ അറിയാം 50 പോയിന്റ് ആണ് നിഫ്റ്റി 50-ൽ നമുക്ക് എന്തുണ്ടാവുക? പോയിന്റ്സ് അല്ലെങ്കിൽ കോൺട്രാക്ട്സ് അവൈലബിൾ ആയിട്ടുണ്ടാവുക. അപ്പൊ നിഫ്റ്റി 50-ലും നമുക്ക് ബൈ ആണ് എക്സ്പെക്ടേഷൻ. മാർക്കറ്റ് ഇവിടെ നിന്ന് മേലോട്ട് പോകുന്ന നമ്മുടെ എക്സ്പെക്ടേഷൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 22,000-ന്റെ അതിൽ 22,000 എടുക്കണോ, 21,000 എടുക്കണോ, 23,000 എടുക്കണോ എന്നൊക്കെ ഉള്ളത് പഠിപ്പിക്കും. അത് ഞാനിപ്പോ പറയുന്നില്ല, അത് സംസാരിക്കാം. പക്ഷെ അതിന് മുമ്പ് ഇത് മനസ്സിലാക്കി വെക്കുക. 22,100-ന്റെ എന്താ എടുക്കേണ്ടത്? മാർക്കറ്റ് മേലോട്ട് പോകണ പുട്ട് ഓപ്ഷൻ ആണോ? നോ, കോൾ ഓപ്ഷൻ. കോൾ ഓപ്ഷൻ സെർച്ച് ചെയ്ത് അത് ഫൈൻഡ് ഔട്ട് ഇതിൽ ബൈ ചെയ്യുന്നു. മാർക്കറ്റ് മേലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ്സ്. നേരെ മറിച്ച് മാർക്കറ്റ് ഓപ്പോസിറ്റ് താഴോട്ടാണ് പോകുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നഷ്ടം. പക്ഷെ നമുക്ക് മനസ്സിലായി മാർക്കറ്റ് അങ്ങ് മേലെ എത്തി നമുക്ക് തിരിഞ്ഞു വരും. മാർക്കറ്റ് ഇനി അവിടെ നിന്ന് തിരിയും.
ഇവിടെ നിന്ന് മാർക്കറ്റ് താഴോട്ട് വരും നമുക്ക് ഉറപ്പുണ്ട്. അപ്പൊ നമുക്ക് എന്താക്കി ഇവിടുത്തെ കോൺട്രാക്ട് കണ്ടുപിടിക്കണം. എന്താ ചെയ്യണ്ടേ? 22,300ന്റെ പുട്ട് ഓപ്ഷൻ എന്താ എടുക്കണ്ടേ? പുട്ട് ഓപ്ഷൻ. മാർക്കറ്റ് താഴോട്ടല്ലേ ഇപ്പൊ, അപ്പൊ പുട്ട് ഓപ്ഷൻ എടുത്താൽ മാർക്കറ്റ് താഴോട്ട് വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ്സ് കിട്ടും. മേലോട്ടാണെങ്കിൽ നിങ്ങൾക്ക് ലോസ് ആവും. ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു, ഡൗട്ട് ഇല്ലാന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഒന്നും കൂടെ വീഡിയോ കാണും. സോ ഇനി ഇവിടെ എങ്ങനെ നമുക്ക് ഈ സ്ട്രൈക്ക് പ്രൈസുകൾ സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ സ്ട്രൈക്ക് പ്രൈസുകൾ എങ്ങനെ നമുക്ക് ഇതിൽ എടുക്കാം, എങ്ങനെ ഇതിൽ യൂസ് ചെയ്യാം, അതിനാണ് ഔട്ട് ഓഫ് ദ മണി, ഇൻ ദ മണി, അറ്റ് ദ മണി എന്നൊക്കെ പറഞ്ഞ കൺസെപ്റ്റ് കയറി വരിക. ഓക്കെ, അപ്പം അറ്റ് ദ മണി ATM, അടുത്തത് ഔട്ട് ഓഫ് ദ മണി OTM, അടുത്തത് ഇൻ ദ മണി. ഓക്കെ, എന്താണ് ഈ ടേംസുകൾ? അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദ മണി, ഇൻ ദ മണി, ഇതിനെ കൊണ്ടൊക്കെ എന്താണ് യൂസ്? ഇത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൽ ഈ പ്രൈസുകൾ ഞാൻ പറഞ്ഞു അല്ലെ, അപ്പൊ പ്രൈസുകൾ 100 പോയിന്റ്സ് വെച്ചിട്ടാണ് മാർക്കറ്റ് മേലോട്ട് അല്ലെങ്കിൽ കോൺട്രാക്ട്സ് അവൈലബിൾ ആയിട്ടുണ്ടാവുക നമുക്കറിയാം. ഓക്കെ, അപ്പം എന്തിനാണ് ഈ ടേം യൂസ് ചെയ്യുന്നത്? ഈ ടേമിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. നമുക്ക് മാർക്കറ്റ് മേലോട്ട് പോകുന്ന ഒരു പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഇവിടെ നിന്നാണ് മാർക്കറ്റ് മേലോട്ട് പോവാന്ന് വിചാരിക്കുക. ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഡിമാൻഡ് സോൺ അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്ക് നിന്നാണ് പ്രൈസ് പോവുക. ഇവിടെ നിന്നാണ് പോവുക മാർക്കറ്റ്. ഇനി പോയി ഇവിടെ വന്ന് ടാപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് പോകാൻ നമുക്കറിയാം. അപ്പൊ ഇവിടെ നിന്നാണ് പ്രൈസ് കയറി പോകാൻ നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ആ പോയിന്റ്, ആ റൈറ്റ് സൈഡിലെ പ്രൈസ് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ ഒരുപാട് പ്രൈസ് ഉണ്ട്, ഞാൻ പറഞ്ഞു 100 പോയിന്റ്സ് വെച്ചിട്ട് മേലോട്ടുണ്ട് താഴോട്ടുണ്ട്, അതിൽ ഏതെടുക്കണം? അതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ടേം യൂസ് ചെയ്യുന്നത്. അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദ മണി, ഇൻ ദ മണി എന്ന് വെച്ചാൽ നമുക്ക് ബൈ ആണ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ പുട്ട് ഓപ്ഷൻ അല്ല കോൾ ഓപ്ഷൻ ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇവിടെ കോൾ ഓപ്ഷൻ അടിക്കാം. നമുക്ക് കോൾ ഓപ്ഷൻ ആണ് എടുക്കേണ്ടതെങ്കിൽ മാർക്കറ്റ് മേലോട്ട് പോകാനുള്ള പോയിന്റ്സ് നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ. അപ്പൊ ഇവിടെ ഒരുപാട് പ്രൈസ് പോയിന്റ് ഉണ്ടെങ്കിൽ അതിന് എന്തിനാണ് നമ്മൾ ഈ അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദ മണി, ഇൻ ദ മണി യൂസ് ചെയ്യുന്നത്? അപ്പം അറ്റ് ദ മണി എന്ന് പറഞ്ഞ പോയിന്റ് ഈ ബൈ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ വരച്ചു വെച്ചിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ നോക്കുക. ഇവിടെ നമ്മൾ ഈ ഡിമാൻഡ് സോൺ ആണ് എടുക്കുന്നത്. ഈ സ്ട്രെയിറ്റ് ലൈനിൽ നമ്മൾ പ്രൈസ് കണ്ടുപിടിക്കുക. ഇത് ബാങ്ക് നിഫ്റ്റി ആയതുകൊണ്ട് 100 പോയിന്റ്സ് ഇടവിട്ടിട്ടേ നമുക്ക് എന്തുണ്ടാവുള്ളൂ? പ്രൈസ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് 45, ഏറ്റവും നിയറസ്റ്റ് 900 ഉണ്ട്. അത് കഴിഞ്ഞ് എത്ര ഉള്ളത്? 46,000. 45,900, സോറി, ഓക്കെ. പിന്നെന്താ ഉള്ളത്? 46,000. ഈ 2 പോയിന്റ് ആണ് നമ്മുടെ ഏറ്റവും അടുത്തുള്ളത് അല്ലെ. മേലെ 46,000, 45,900. ഇതിന്റെ താഴോട്ടുണ്ട്, മേലോട്ടുണ്ട്. ഇതിന്റെ താഴോട്ട് തൊട്ട് താഴെ ഏതാ ഉണ്ടാവുക? 45,800. അതിന്റെ താഴെ എന്താ ഉണ്ടാവുക? 45,700. ഇതിന്റെ മേലോട്ട് എന്താ ഉണ്ടാവുക? 46, സോറി, ഓക്കെ, 46,100. 46,100. ഇനി അതിന്റെ മേലോട്ട് എന്താ ഉണ്ടാവുക? 46,200 ലൈക്ക് അല്ലെ. അങ്ങനെ പ്രൈസുകൾ ഉണ്ടാവും. അപ്പൊ പ്രൈസ് ഇങ്ങനെ മേലോട്ടും താഴോട്ടും ഒരുപാട് പോയിന്റ് ഉണ്ടാവും. പക്ഷെ നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഈ 46,000, 45,900, ഈ 2 പ്രൈസാണ് നമ്മുടെ അടുത്തുള്ളത്. ഈ പ്രൈസുകൾ വെച്ച് ATM, OTM, ITM ഒക്കെ കണ്ടുപിടിക്കുന്നത്. എന്തിനാണ് ഇത് കണ്ടുപിടിക്കുന്നത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം ഇത്രേ ഉള്ളൂ. പ്രൈസ് ഇപ്പം ബൈ എടുത്ത് കയറി വന്നത് ഈ താഴെയുള്ള പ്രൈസ് പോയിന്റുകളിൽ നിന്നൊക്കെയാണ് അല്ലെ. ഇവിടെ നിന്നൊക്കെയാണ് പ്രൈസ് കയറി വന്നത്. അപ്പൊ പ്രൈസ് ഇതിലൂടെയാണ് വന്നത്. അപ്പൊ ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കോൺട്രാക്റ്റുകളായിരിക്കും നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, ഇപ്പൊ 46,200 ഉണ്ട്, 46,500 ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ എക്സ്പെക്ടേഷൻസ്. ഇങ്ങോട്ടൊക്കെ പ്രൈസ് ബൈ ആണ്, ഇങ്ങോട്ടൊക്കെ പ്രൈസ് പോണം, അതാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ. അപ്പം പ്രൈസ് കയറി വന്ന ഓരോ പോയിന്റുകളെയും നമ്മൾ വിളിക്കുന്ന പേര്, ഇവര് ഈ പ്രൈസ് ഇവിടുന്ന് ഓരോ 45,700, 45,200 ഇങ്ങനത്തെയൊക്കെ പ്രൈസ് നിന്നാണ് പ്രൈസ് കയറി 46,000 എത്തിയത്. അപ്പൊ ഈ കയറി വന്ന പോയിന്റുകളെ നമ്മൾ വിളിക്കുന്ന പേര് ഇൻ ദി മണി. കാരണം പ്രൈസ് വന്നത് ഇതിൽ കൂടിയാ? ഇവരിൽ കൂടെയാണ് പ്രൈസ് കയറി വന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ബൈ എടുത്ത് നമ്മുടെ എക്സ്പെക്ടേഷൻസ് മാർക്കറ്റ് 46,500 അല്ലെ 46,200 അങ്ങോട്ട് എത്തണം. അതാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ. അപ്പം ഈ കയറി വന്ന സ്പെസിഫിക് ആയിട്ടുള്ള ഈ പൈസകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻ ദി മണി. ഇവരിലൂടെയാണ് പ്രൈസ് കയറി വന്നത്. അപ്പം ഇവരുടെ പേരെന്താണ്? ഇൻ ദി മണി. ക്ലിയർ? ഇനി പ്രൈസിന് എത്തേണ്ട കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റ്സുകൾ ഉണ്ട്. അപ്പൊ ഈ പോയിന്റ്സിന്റെ പേരാണ് ഔട്ട് ഓഫ് ദ മണി. ഔട്ട് ഓഫ് ദ മണി എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെയാണ് പ്രൈസിന് എത്തിക്കേണ്ടത്
അവരുടെ പേരാണ് ഔട്ട് ഓഫ് ദ മണി. അപ്പൊ ഇവര് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഇൻ ദ മണി എന്ന് പറഞ്ഞാൽ ഇതിലെ കൂടെയാണ് പ്രൈസ് കയറി വന്നത് എന്ന് വെച്ചാൽ പ്രൈസ് ഇതിലെ കൂടെയൊക്കെയാണ് കയറി വന്നത്. അതപ്പോ നമ്മൾ ഇൻ ദ മണിയായി. ഔട്ട് ഓഫ് ദ മണി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ എക്സ്പെക്ടേഷൻ ഇനി എങ്ങോട്ടാണ് പ്രൈസിനെ പോകേണ്ടതല്ലേ നമുക്ക് വിടേണ്ടത്, നമ്മുടെ ആവശ്യം ഇനി പ്രൈസിനെ എവിടെ എത്തിക്കലാണ് എന്ന് വെച്ചാൽ എന്തിനാ അവിടെ എത്തിക്കുന്നത്, നമുക്ക് പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ. നമ്മൾ 46,000 ബൈ എടുത്ത് കഴിഞ്ഞ് ഇവിടെ തന്നെ നിന്നാകെ പ്രോഫിറ്റിനൊക്കെ പോരാ, ഇങ്ങോട്ട് എത്തണം. അപ്പൊ 46,700 എത്തിയാലേ നമുക്ക് പ്രോഫിറ്റുകൾ എന്ന് വെച്ചാൽ ഇവിടെ എത്തിയാൽ മാത്രമല്ല ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രോഫിറ്റ് ആവും. പക്ഷെ നമുക്ക് ഇവിടെ എത്തേണ്ട ഒരു ടാർഗറ്റ് വേണമല്ലോ. അപ്പൊ ഇതിനെ വിളിക്കുന്ന പേരാണ് ഔട്ട് ഓഫ് ദ മണി. ഇനി നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അതിന്റെ പേരാണ് അറ്റ് ദി മണി, ATM എന്ന് പറയും. ATM. അപ്പം നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അതിന്റെ പേരാണ് ATM. അപ്പം ഇൻ ദ മണി കിട്ടി, അറ്റ് ദ മണി കിട്ടി, ഔട്ട് ഓഫ് ദ മണി കിട്ടി. ഇനി ഇതിന്റെ യൂസ് എന്താണ്? ഇത്രേ ഉള്ളൂ. നമ്മുടെ മാർക്കറ്റിന് സ്പെസിഫിക് ആയിട്ടുള്ള 100 പോയിന്റ് കോൺട്രാക്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഈ 46,000 രൂപ കൊടുക്കുമെന്ന് വേണ്ടത് ബൈ ചെയ്യാൻ. അതിനാണ് ATM, OTM, ITM സ്പെസിഫിക് ആയിട്ടുള്ള കോൺട്രാക്ട്സുകൾ. അപ്പൊ ഈ 46,000ന്റെ കോൾ ഓപ്ഷൻ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ പ്രൈസ് ഇപ്പൊ നിൽക്കുന്നത് അറ്റ് ദ മണി 46,000 നിൽക്കുന്നത് അല്ലെ. 46 10 46 20 എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ 100 പോയിന്റ്സ് ഗ്യാപ്പ് ആണ് വേണ്ടത്. അപ്പൊ 46,000 പ്രൈസ് നിൽക്കുന്നതെങ്കിൽ ഇതിന്റെ ഒരു സ്ട്രൈക്ക് പ്രൈസ് ഉണ്ടാവും. ഓക്കെ, ചിലപ്പോൾ ഇതിന്റെ സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറഞ്ഞാൽ 100 രൂപയായിരിക്കും. ക്ലിയർ? നമുക്ക് ഇവിടെ നിന്ന് ബൈ 46,000 ബൈ ചെയ്യേണ്ടത് 100 രൂപ. 100 രൂപ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ബ്രോക്കറിൽ പോയാൽ കാണാൻ പറ്റും, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമുക്ക് അറ്റ് ദ മണിയിൽ ചിലപ്പോൾ പ്രൈസ് 100 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ലോട്ട് സൈസ് ഉണ്ട്. പണ്ടത്തെ ലോട്ട് സൈസ് എന്ന് പറഞ്ഞാൽ 30 ഒക്കെ ആണെങ്കിൽ ഇപ്പോഴത്തെ ലോട്ട് സൈസ് എന്ന് പറഞ്ഞാൽ 15 ആണ്. ഓക്കെ, അപ്പം 15 ലോട്ടാണ് നമുക്ക് ഏറ്റവും മിനിമം എടുക്കാൻ പറ്റും. അപ്പം നമുക്ക് 100 രൂപ വെച്ചിട്ട് 15 ക്വാണ്ടിറ്റി ആണ് എടുക്കണമെങ്കിൽ 100 × 15 അത്രയും രൂപ കൊടുക്കേണ്ടി വരും നമുക്ക് ഈ കോൺട്രാക്ട് ബൈ ചെയ്യണമെങ്കിൽ. ക്ലിയർ? ഇനി അപ്പൊ 100 ഇത്രയും പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താക്കും, ഈ കോൺട്രാക്ട് എന്താക്കാൻ പറ്റും, ബൈ ചെയ്യാൻ പറ്റും. ഈ 100 രൂപയിൽ നിന്ന് നമ്മൾ 15 ക്വാണ്ടിറ്റി ആണ് എന്ന് വെച്ചാൽ നമുക്കൊരു ലോട്ട് സൈസ് ഫിക്സ് ആയിട്ടുള്ള ലോട്ട് സൈസ് ഉണ്ട്. അപ്പം അത് നമുക്ക് എടുക്കാൻ പറ്റും 15, 30, 45, 60 ലൈക്ക് അങ്ങനെയാണ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം 100ന്റെ 15 ക്വാണ്ടിറ്റി വാങ്ങണേ 1,500 രൂപ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, ഈ കോൺട്രാക്ട് വാങ്ങാൻ പറ്റും. പിന്നെ 101, 102, 103 പറഞ്ഞു പോകുമ്പോൾ അനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും, പ്രോഫിറ്റ്സ് കിട്ടിക്കൊണ്ടിരിക്കും. 10 പോയിന്റ് മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 15 ക്വാണ്ടിറ്റി എടുത്തെങ്കിൽ 150 രൂപ പ്രോഫിറ്റ്, 20 പോയിന്റ് മാറി കഴിഞ്ഞാൽ 300, 100 പോയിന്റ് മാറി കഴിഞ്ഞാൽ 1,500 രൂപ പ്രോഫിറ്റ്. ക്ലിയർ? അപ്പൊ അങ്ങനെയാണ് അതിന്റെ കാൽക്കുലേഷൻ. അപ്പം 100 രൂപേന്റെ സ്ട്രൈക്ക് പ്രൈസിന് സാധനം 15 ക്വാണ്ടിറ്റി ആണ് എടുക്കണമെങ്കിൽ 1,500 രൂപ നമ്മൾ കൊടുക്കണം. അത് അറ്റ് ദ മണി. ഇനി ഇൻ ദ മണിയിലെ സാധനമാണ് എന്ന് വെച്ചാൽ അറ്റ് ദ മണി എടുത്ത് നമ്മുടെ ടാർഗറ്റ് 46,700, 46,500, 46,200 ലൈക്ക് അങ്ങനെ എത്തണം. അവിടെ അതാണ് നമ്മുടെ ടാർഗറ്റ്. അപ്പൊ മേലോട്ട് പോകുന്ന നമുക്ക് എന്ത് കിട്ടും, പ്രോഫിറ്റ് കിട്ടും. ഇനി ഇൻ ദ മണിയിലെ ഒരു സാധനമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി വന്ന പ്രൈസിലെ സാധനമാണ് എടുക്കുന്നതെങ്കിൽ പ്രൈസ് കൂടുതലായിരിക്കും, 100 രൂപയായിരിക്കില്ല. അറ്റ് ദ മണിയിൽ 100 ആണെങ്കിൽ ഇവിടെ ചിലപ്പം 400, ചിലപ്പോൾ ഈ 45,900 നമ്മൾ വാങ്ങേണ്ടത് 400 രൂപയായിരിക്കാം. 45,800 ചിലപ്പം 600 രൂപയായിരിക്കാം. 45,700 ചിലപ്പോൾ 900 രൂപയായിരിക്കും. കാരണം എന്താ, ഇതിലൂടെയാണ് പ്രൈസ് പോയത്. ഇനി മേലോട്ട് പോകുന്ന അനുസരിച്ച് പ്രോഫിറ്റ് അതിന്റെ കറണ്ട് കോൺട്രാക്ടിന്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ പ്രൈസ് കൂടുതൽ, കാരണം ഇതിലെയാണ് പ്രൈസ് വന്നത്. എവിടെയാണ് നിൽക്കുന്നത്, അറ്റ് ദ മണി. അവിടെ എന്തായിരിക്കും പ്രൈസ് 100, 200 സംതിങ്. ഓക്കെ, ഞാൻ 100 എന്നുള്ള ജസ്റ്റ് ഒരു കാൽക്കുലേഷൻ പറഞ്ഞാണ്. അപ്പൊ 100 ആണെങ്കിൽ അതിനെക്കാട്ടും കൂടുതലായിരിക്കും ഇൻ ദ മണിയിൽ. ക്ലിയർ? അപ്പം 100 രൂപയിലാണ് നമ്മുടെ സ്ട്രൈക്ക് പ്രൈസ്, നമ്മൾ അതിൽ വാങ്ങി. ഇനി ഔട്ട് ഓഫ് ദ മണിയിൽ എന്തായിരിക്കും ഉണ്ടാവും, ഔട്ട് ഓഫ് ദ മണിയിൽ പ്രൈസ് കുറവായിരിക്കും. എന്താണ് കാരണം, ചിലപ്പോൾ ഔട്ട് ഓഫ് ദ മണി 50 രൂപയോ 20 രൂപയോ ലൈക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ, 10 രൂപയോ. എന്തുകൊണ്ടാണ്? കാരണം നമ്മളിപ്പോ നിൽക്കുന്നത് 46,000 46,000 നമ്മൾ കോൾ ഓപ്ഷൻ ബൈ എടുത്തു കഴിഞ്ഞാൽ 46,000 കോൾ ഓപ്ഷൻ എടുക്കാൻ നമ്മൾ 100 രൂപ കൊടുക്കണം. പക്ഷെ നമ്മുടെ അടുത്ത് അത്ര ക്യാപിറ്റൽ ഇല്ലാന്ന് വിചാരിക്കുക, 1,500 രൂപ നമ്മുടെ അടുത്ത് ഇല്ലാന്ന് വിചാരിക്കുക. അപ്പം അത്രയും പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്താക്കി, ഔട്ട് ഓഫ് ദ മണി സെലക്ട് ചെയ്തു. 46,700 എടുത്തു എന്ന് വിചാരിക്കുക. അപ്പൊ 46,700 എന്ന് പറഞ്ഞാൽ 15 ക്വാണ്ടിറ്റി വെച്ചാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ 15 × 20 അത്രയും കൊടുത്താൽ മതി. അപ്പൊ എത്ര രൂപ കൊടുത്താൽ മതി, 300 രൂപ കൊടുത്താൽ ഇത് ബൈ ചെയ്യാൻ. ആകെ 300 രൂപ കൊടുത്താൽ മതി. പക്ഷെ നമുക്ക് ആ കോൺട്രാക്ട് ബൈ ചെയ്യാം. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ 46,700 പോയിന്റ് കവർ ചെയ്ത് മാർക്കറ്റ് മേലോട്ട് കയറിയാലേ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ. ക്ലിയർ? ഇവിടുത്തെ മൂവ്മെന്റ് വളരെ കുറവായിരിക്കും, അതുകൊണ്ടാണ് ഇവിടെ പ്രൈസ് കുറവ്. അപ്പം അറ്റ് ദ മണിയിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് പ്രൈസ് ഉണ്ടാവും 100 രൂപ 200 രൂപ ലൈക്ക് എത്രയാന്ന് വെച്ചാൽ ആ കോൺട്രാക്ടിന് പൈസ ഉണ്ടാവും. പക്ഷെ അവിടെ നമ്മളൊരു ബൈ എടുത്തു കഴിഞ്ഞാൽ ഓരോ രൂപ മാറുന്നതനുസരിച്ച് നമുക്ക് പ്രോഫിറ്റ് കയറിക്കൊണ്ടിരിക്കും. ഇനി ഔട്ട് ഓഫ് ദ മണിയാണ് നിങ്ങൾ എടുക്കുന്നത്. ഔട്ട് ഓഫ് ദ മണിയിൽ എടുത്താലും നമുക്ക് ഇവിടെ ഒരു ഇപ്പം 46,700
കോൾ ഓപ്ഷൻ നമ്മൾ എടുത്തു. ഇവിടെ നിന്നാണ് പ്രൈസ് പോകുന്നത്. ഇവിടുന്ന് കയറി കയറി വരുമ്പോൾ പ്രോഫിറ്റ് കിട്ടും വെച്ചാൽ കിട്ടും. പക്ഷേ അറ്റ് ദ മണിയിലും ഇൻ ദ മണിയിലും കിട്ടുന്ന അത്രയും പ്രോഫിറ്റ് കിട്ടില്ല. ഇവിടെ 1 രൂപയാണ് മൂവ്മെന്റ് എങ്കിൽ ഇവിടെ ചിലപ്പോൾ 25.25 പൈസ 50 പൈസ ലൈക്ക് അങ്ങനെയായിരിക്കും മാറ്റം വരിക. എന്ന് വെച്ചാൽ ഇവിടുന്ന് മേലെ എത്തുമ്പോഴത്തേനും നമുക്ക് പ്രോഫിറ്റ് ചിലപ്പോൾ ഒരു 10-20 പോയിന്റ് ആയിട്ടുണ്ടാവുള്ളൂ. ഈ 46,700 കഴിഞ്ഞ് മേലോട്ട് പോകുമ്പോഴേ നമുക്ക് ഇതിന്റെ പ്രൈസ് കൂടുള്ളൂ. ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പം അറ്റ് ദ മണിയിൽ എടുത്താൽ ഒരു മീഡിയം പൈസ ഉണ്ടാവും. ഇൻ ദ മണിയിലാണെങ്കിൽ ഒരുപാട് എന്ന് വെച്ചാൽ അതിന്റെ സ്ട്രൈക്ക് പ്രൈസ് വളരെ കൂടുതലായിരിക്കും, പ്രീമിയം പ്രൈസ് വളരെ കൂടുതലായിരിക്കും. ഔട്ട് ഓഫ് ദ മണി ആണെങ്കിൽ പ്രൈസ് കുറവായിരിക്കും. പക്ഷേ ഔട്ട് ഓഫ് ദ മണി എടുത്താൽ എന്താണ് പ്രോബബിലിറ്റി ചാൻസ് വളരെ കുറവാണ്. കാരണം മാർക്കറ്റ് ഇത്രയും പോയിന്റ് കവർ ചെയ്ത് മേലെ എത്തിയാലേ നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റുള്ളൂ, പ്രോഫിറ്റ്. അപ്പൊ ചാൻസ് കുറഞ്ഞു. അറ്റ് ദ മണി ആണെങ്കിലോ നമുക്ക് കറക്റ്റ് ആണ് മാർക്കറ്റ് മേലോട്ട് ഉറപ്പുണ്ടെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റ് പോയാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഇൻ ദ മണി ആണെങ്കിലോ യെസ് നമുക്ക് പ്രോഫിറ്റ് കിട്ടും. പക്ഷെ 900 രൂപയാണ് സ്ട്രൈക്ക് പ്രൈസ് എന്ന് വിചാരിക്കുക. 900 × 15 അത്രയും രൂപ കൊടുക്കേണ്ടി വരും. നമ്മൾ എന്താക്കാൻ ഇവിടെ ബൈ ചെയ്യണം. 900 നോക്കാം. 900 × 15 എത്രയാ, 13,500 രൂപ കൊടുക്കണം നമുക്ക് ഇവിടുന്ന് ഒരു സാധനം ബൈ ചെയ്യണമെങ്കിൽ. അത്രയും പൈസ ഇല്ലാത്തവർ എന്ത് ചെയ്യും, അറ്റ് ദ മണി ട്രേഡ് ചെയ്യും. അതിലും പൈസ ഇല്ലാത്തവർ എന്ത് ചെയ്യും, ഔട്ട് ഓഫ് ദ മണി. പക്ഷെ ഔട്ട് ഓഫ് ദ മണി എടുത്താൽ എന്താണ് ട്രാപ്പ് ആവും. കാരണം പ്രൈസ് ഇത്രയും പോയിന്റ് മേലെ എത്തിയാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, പ്രോഫിറ്റ് കിട്ടുള്ളൂ. ഇനി ഔട്ട് ഓഫ് ദ മണി എന്ന് വെച്ചാൽ ഇവിടെ മാത്രമല്ല, ഈ 46,700 ഒക്കെ ഔട്ട് ഓഫ് ദ മണിയാണ്, 46,500 ഔട്ട് ഓഫ് ദ മണിയാണ്. കാരണം പ്രൈസ് കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന പോയിന്റ് ഒക്കെ എന്താണ് ഔട്ട് ഓഫ് ദ മണി. ഇൻ ദ മണി എന്ന് പറഞ്ഞാൽ ഈ നിൽക്കുന്ന സ്ട്രൈക്ക് പ്രൈസിന്റെ തൊട്ടടുത്തുള്ള 100 പോയിന്റ് മേലെയോ തൊട്ടടുത്തുള്ള 100 പോയിന്റ് താഴെയോ പേരാണ് അറ്റ് ദ മണി. അത് കഴിഞ്ഞ് താഴോട്ടോ മേലോട്ടോ പോകുമ്പോൾ അതിന്റെ പ്രൈസിന്റെ പേര് മാറും. താഴോട്ട് വരുമ്പോൾ ഇൻ ദ മണി ആവും, 100 പോയിന്റ് കഴിഞ്ഞ് മേലോട്ട് പിന്നെയും പോകുമ്പോൾ എന്താവും, ഔട്ട് ഓഫ് ദ മണി ആവും. ഇതൊരു ബൈ ചെയ്യുന്നതിന്റെ കേസ്. ഇനി നമുക്കൊരു സാധനം സെല്ലാണ് ചെയ്യേണ്ടത് വരിക. അപ്പൊ നേരെ ഓപ്പോസിറ്റ് ആവും. നമുക്ക് സെല്ലാണ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. ഇത്രേ ഉള്ളൂ. സെല്ലാണെങ്കിൽ സെല്ലാണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. നമ്മൾ ഇവിടുന്ന് സെല്ലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ എക്സ്പെക്ടേഷൻ മാർക്കറ്റ് ഇവിടെ വന്ന് ടാപ്പ് ചെയ്ത് ഇതിൽ ടാപ്പ് ചെയ്ത് താഴോട്ട് പോകുന്നതാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ. അപ്പൊ ഇവിടെ തൊട്ടടുത്തുള്ള പോയിന്റ് കണ്ടുപിടിക്കുക. 46,500, 46,000, 45,500, 46,000, സോറി 45,900, 46,000 ആണ് നമ്മുടെ പ്രൈസ്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ പ്രൈസ് മാറും. എന്ന് വെച്ചാൽ പ്രൈസ് കടന്നു വന്ന പോയിന്റുകൾ, ആ പ്രൈസിനെ നമ്മൾ എന്ത് വിളിക്കും, ഇൻ ദ മണി, ITM. അപ്പൊ അവിടെ എന്തായിരിക്കും, നമ്മുടെ പ്രൈസിന്റെ പ്രീമിയത്തിന്റെ വില കൂടുതലായിരിക്കും. കാരണം കടന്നു വന്ന പൈസ. ഇത് കോൾ ഓപ്ഷൻ അല്ല, പുട്ട് ഓപ്ഷൻ ആണ്. പുട്ട് ഓപ്ഷന്റെ പ്രൈസ് വേറെ, കോൾ ഓപ്ഷന്റെ പ്രൈസ് വേറെ. ഓക്കെ, അപ്പൊ ആദ്യം കൺഫ്യൂഷൻ ആവും, കുഴപ്പമില്ല, ശ്രദ്ധിച്ചിരിക്കുക, റെഡി ആവും. അപ്പൊ കടന്നു വന്ന പ്രൈസുകളുടെ പേര് ഇൻ ദി മണി. ഇനി പ്രൈസ് എങ്ങോട്ടാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ, നിൽക്കുന്ന പ്രൈസിന്റെ പോയിന്റ് പേരെന്തായിരിക്കും, അറ്റ് ദ മണി. 100 രൂപ മേലോട്ട്, 100 പോയിന്റ് മേലോട്ട്, 100 പോയിന്റ് താഴോട്ടുള്ള പോയിന്റുകളുടെ പേരെന്തായിരിക്കും, അറ്റ് ദ മണി. അതിന്റെ താഴോട്ട് പ്രൈസ് പോയി കഴിഞ്ഞാൽ അതിന്റെ പേരെന്തായിരിക്കും, OTM, ഔട്ട് ഓഫ് ദ മണി. അതിന്റെ പ്രൈസ് എന്തായിരിക്കും, കുറവായിരിക്കും. കാരണം നമ്മൾ ഇവിടുന്ന് ഒരു പ്രൈസ് എടുത്തു എന്ന് വിചാരിക്കാം. സപ്പോസ് അറ്റ് ദ മണിയിലെ പ്രൈസിന്റെ പേര് പ്രൈസ് 200 രൂപ. ഇനി അറ്റ് ദ മണി, ഇൻ ദ മണി ആണെങ്കിൽ എന്തായിരിക്കും, പ്രൈസ് കൂടുതലായിരിക്കും. എത്രയായിരിക്കും, ഇവിടെ 300, സോറി 300 അല്ല, 500, 600, 700, 900 അങ്ങനെയായിരിക്കും പ്രൈസുകളുടെ വില. ഓക്കെ, അപ്പം ഇൻ ദ മണിയില് പ്രൈസ് കൂടുതലായിരിക്കും, അറ്റ് ദ മണിയില് പ്രൈസ് കുറവായിരിക്കും. ഔട്ട് ഓഫ് ദ മണിയിൽ എന്തായിരിക്കും, തീരെ കുറവായിരിക്കും. 30 രൂപയോ 10 രൂപയോ 15 രൂപയോ ഉണ്ടാവുള്ളൂ. കാരണം എന്താ, നമ്മൾ ഇവിടെ നിന്ന് ഒരു സെല്ല് എടുത്താൽ ഇവിടെ എത്തുമ്പോഴത്തേന് ഇത്രയും പോയിന്റ്സ് കവർ ചെയ്ത് ഇവിടെ എത്തിയാലേ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, ഈ പ്രീമിയം കൂടുള്ളൂ. എന്ന് വെച്ചാൽ 30 മാറും, 30, 25, 30, 50, 31 അങ്ങനെ മാറുള്ളൂ. പക്ഷെ അറ്റ് ദ മണി ആവുമ്പോൾ എന്താവും, പ്രൈസ് പെട്ടെന്ന് മാറും. അപ്പം ഔട്ട് ഓഫ് ദ മണി എടുത്താൽ എന്താണ്, പ്രോബബിലിറ്റി വളരെ കുറവാണ്. അപ്പൊ നിങ്ങൾ ഒരു എൻട്രി എടുക്കുമ്പോൾ എപ്പോഴും ഇൻ ദ മണിയോ അറ്റ് ദ മണിയോ എടുക്കാൻ ശ്രമിക്കുക. ഇൻ ദ മണി റേറ്റ് പ്രീമിയം കൂടുതലായിരിക്കാം, അതല്ലെങ്കിൽ എന്തെടുക്കാൻ ശ്രമിക്കുക, അറ്റ് ദ മണി എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഇൻ ദ മണി, അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദ മണി കൺസെപ്റ്റ്. അപ്പൊ ഇതിൽ ഇത്രേ നമുക്ക് ചെയ്യാനുള്ളൂ. പക്ഷേ ഇൻ ദ മണി, ഔട്ട് ഓഫ് ദ മണിയും കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് എടുക്കാൻ നല്ലത്, പ്രീമിയം ചാർട്ട് ഇതിൽ എടുക്കാൻ പറ്റില്ല. അതിനെന്ത് ചെയ്യണം, നമ്മൾ ബ്രോക്കറിൽ പോകണം. ഇപ്പൊ ഞാൻ യൂസ് ചെയ്തോണ്ട്, ഞാൻ പേഴ്സണലി ട്രേഡ് ചെയ്യുന്നത് സെറോദയിലാണ്. ഞാനിപ്പോൾ ട്രേഡ് ചെയ്യാറില്ല. ഞാനിപ്പോൾ ഫോറക്സിലാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പണ്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് സെറോദയിലാണ്. അപ്പൊ ഒരുപാട് ഇതുണ്ട്, ഗ്രോ അപ്പ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ ഒരുപാടുണ്ട്. അത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. യൂസർ ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് തോന്നിയത് സെറോദയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പം ഇവിടെ സെർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ്. അപ്പൊ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച പ്രൈസ് പോയിന്റ് അറ്റ് ദ മണി, എനിക്ക് അറ്റ് ദ മണിയാണ് എടുക്കേണ്ടത്. അതിന്റെ പൈസ എത്രയാണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. 46,000ന്റെ അപ്പൊ അത് ഇത് എടുത്തിട്ടില്ല. കാരണം ഇത് നമ്മൾ എവിടെയോ നിൽക്കുകയാണ് അല്ലെ. നമുക്ക് ലൈവ് മാർക്കറ്റിന്റെ എവിടെയാണ് നിൽക്കുന്നത് നോക്കാം. ഇപ്പൊ മാർക്കറ്റ് എവിടെയാണ് നിൽക്കുന്നത്, കറക്റ്റ് നോക്കിയേ. അപ്പം അത്യാവശ്യം ഒരു ലോജിക്ക് കിട്ടിയ ആൾക്കാരാണ് ഇത് കാണുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെ. ഇത്രയും പഠിച്ചിട്ട് ലോജിക്ക് കിട്ടിയില്ലേ, ഇല്ലെങ്കിൽ ഒന്നുകൂടെ കാണാം കേട്ടോ. നോക്കുക, ഇപ്പൊ പ്രൈസ് എവിടെയാണ് നിൽക്കുന്നത്, 46,682. 100 പോയിന്റ് അപ്പുറത്തും ഇപ്പുറത്തും കണ്ടുപിടിക്കുക. 46,700, 46,600.
46,700, 46,600. നമുക്ക് ഇവിടുന്ന് മാർക്കറ്റ് ചെയ്ത് സെല്ലാണ് പോവാന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു 46,700, 46,600. അപ്പൊ അറ്റ് മണി എവിടെയാണ് പ്രൈസ് നിൽക്കുന്നത്? 46,600. 46,600ന്റെ സെല്ലാണ് നമുക്ക് വേണ്ടത്. അതില് 46,600 സെല്ല് പുട്ട് ഓപ്ഷൻ PE, കോൾ ഓപ്ഷൻ CE. ഇതെടുത്ത ബൈ, ഇതെടുത്ത സെല്ല്. പക്ഷേ ഇതിൽ ഒരുപാട് കാണാല്ലേ. ഇതിൽ എന്തെടുക്കണം? ഇതെന്ന് പറഞ്ഞാൽ മന്ത്ലി എക്സ്പയറി ആണ്. ഓരോ മാസം, ഒരു മാസത്തിന്റെ ലാസ്റ്റത്തെ ബുധനാഴ്ച എക്സ്പയർ ആവുന്ന കോൺട്രാക്റ്റുകളാണ് 46 പുട്ട് ഓപ്ഷൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ കാണാം 46,000ത്തിന്റെ 20th മാർച്ച് 20ാം തീയതി, ഇന്ന് 17, 20ാം തീയതി എക്സ്പയർ ആവുന്ന വീക്ക്ലി കോൺട്രാക്ട് ഇവിടെ ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് വീക്ക്ലി കോൺട്രാക്ടിന് പൈസ കുറവായിരിക്കും, മന്ത്ലി കോൺട്രാക്ടിന് പൈസ കൂടുതലായിരിക്കും. അപ്പൊ നമുക്ക് കുറവുള്ള വീക്ക്ലി എക്സ്പയർ ആവുന്ന എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ 20th, ഈ വരുന്ന 20ാം തീയതി എക്സ്പയർ ആവുന്ന കോൺട്രാക്ട് കണ്ടുപിടിച്ചു. നമുക്ക് അതിന്റെ കോളാണോ വേണ്ടത്, പുട്ടാണോ? മാർക്കറ്റ് താഴോട്ട് പോകുന്ന നമ്മുടെ എക്സ്പെക്ടേഷൻ എന്താ വേണ്ടത്? പുട്ട് ഓപ്ഷൻ പ്ലസ് 46,000ത്തിന്റെ പുട്ട് ഓപ്ഷൻ ഞാനിവിടെ പ്ലസ് കൊടുത്തു. ഓക്കെ, ഇത് കൊടുത്താൽ ഈ പുട്ട് ഓപ്ഷൻ എടുത്താൽ പ്രൈസ് കൂടുതലായിരിക്കും. ഞാൻ കാണിച്ചാൽ അതും കൂടെ പ്ലസ് അടിച്ച് കാണിച്ചുതരാം. പ്രൈസ് കൂടുതലായിരിക്കും. ഇനി 3ാം തീയതി എക്സ്പയർ ആവുന്നുണ്ട്. ഈ 20 കഴിഞ്ഞ അടുത്ത എക്സ്പയറി എപ്പോഴായിരിക്കും? അടുത്ത വ്യാഴാഴ്ച, ബുധനാഴ്ച. അതെന്താണ്? 3rd നവംബർ, ഏപ്രിൽ. അത് നമ്മളിവിടെ അത് വേണേൽ പ്ലസ് ചെയ്യാം. അതും പ്രൈസ് കൂടുതലായിരിക്കും. ഇപ്പൊ പോകുന്നതനുസരിച്ച് പ്രൈസ് കൂടും. അപ്പൊ നമ്മൾ തൊട്ടടുത്ത് വരുന്ന ബുധനാഴ്ച എടുത്തു കഴിഞ്ഞാൽ പ്രൈസ് കുറവായിരിക്കും. ഞാൻ വ്യാഴാഴ്ച എന്ന് പറയുന്നത് പണ്ടൊക്കെ എക്സ്പയറി വ്യാഴാഴ്ച ഉണ്ടെന്നുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. സോ 20th എടുത്തു, അത് പ്ലസ് കൊടുത്തു. ഇനി അത് നമുക്ക് എവിടെ കാണാൻ പറ്റും? ഈ 20th എടുത്ത് പ്ലസ് കൊടുത്തു കഴിഞ്ഞ് ഇത് ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മളവിടെ ഇവിടെ കാണാൻ പറ്റും 46,000 20ാം തീയതി എക്സ്പയർ ആവുന്ന ഇതിന്റെ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 384 രൂപയാണ്. ഇവിടെ റൈറ്റ് സൈഡ് കാണുന്നില്ല, 384. ഇനി മന്ത്ലി എക്സ്പയറിന്റെ ആണെങ്കിൽ അതിന്റെ പ്രൈസ് എത്രയാ? 529. അപ്പൊ ഇതിന്റെ മാറ്റം എന്താന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ ഒരു സെല്ല് ചെയ്യണം എന്ന് വിചാരിക്കുക. 384 രൂപയാണ് അതിന്റെ പ്രൈസ്. അപ്പൊ 384.45 ഇൻറ്റു 15 ഏറ്റവും മിനിമം ക്വാണ്ടിറ്റി. അപ്പൊ 15 ലോട്ട് എടുക്കണമെങ്കിൽ നമ്മൾ 5,766 രൂപ ഇവിടെ കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കോൺട്രാക്ട് എടുക്കാൻ പറ്റും. ഇനി മന്ത്ലി എക്സ്പയറി ആണ് എത്ര കൊടുക്കണം? 529.40 ഇൻറ്റു 15 ക്വാണ്ടിറ്റിയാണ് എടുക്കേണ്ടത്. 15 7,941 രൂപ കൊടുത്താൽ ഇത് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇതിന് മൂവ്മെന്റ് കൂടുതലായിരിക്കും. സ്ട്രൈക്ക് പ്രൈസ് കൂടുന്നതനുസരിച്ച് മൂവ്മെന്റ് കൂടുതലായിരിക്കും. അപ്പം നമുക്ക് ഇതാണ് വേണ്ടതെന്ന് വിചാരിക്കും. അപ്പൊ എന്താകുന്നു? നമ്മൾ ഇത് സെലക്ട് ചെയ്യുന്നു, അതിൽ ബൈ കൊടുക്കുന്നു. ഇതിന്റെ ചാർട്ട് സ്പെസിഫിക് ആയിട്ട് വേറെ ചാർട്ട് ആയിരിക്കും. കണ്ടോ, ഇവിടെ പ്രൈസ് പോയിന്റ് കാണിക്കുന്നുണ്ടോ? 400 നമ്മൾ ബൈ ചെയ്തെങ്കിൽ പ്രൈസ് മേലോട്ട് പോകുന്നതനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. 401 പ്രോഫിറ്റ്, 2, 3, 4, 5, 10 പോയിന്റ് മാറി കഴിഞ്ഞാൽ 15 ക്വാണ്ടിറ്റി എടുത്തേക്ക് 150 രൂപ പ്രോഫിറ്റ്. 100 പോയിന്റ് മാറി കഴിഞ്ഞാൽ 1,500 രൂപ. ക്ലിയർ? അപ്പൊ അങ്ങനെയാണ് പ്രൈസുകൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതാണ് അറ്റ് ദ മണി. ഇനി നമുക്ക് അറ്റ് ദ മണി എടുക്കാനുള്ള പ്രൈസ് ഇല്ലാന്ന് വിചാരിക്കാം. നമുക്ക് ഔട്ട് ഓഫ് ദ മണി എടുത്താൽ മതി. എന്ന് വെച്ചാൽ 46,400ന്റെ താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രൈസ് ഇതിന്റെ താഴോട്ട് പോയി കഴിഞ്ഞാൽ പ്രൈസ്, അല്ലെങ്കിൽ ഇവിടെ 100 പോയിന്റ് താഴോട്ട് പോകുന്ന പ്രൈസ് കുറയും. എനിക്ക് ഇതാണ് എന്റെ എക്സ്പെക്ടേഷൻ. 46,400 താഴോട്ട് പോകുന്ന എന്റെ എക്സ്പെക്ടേഷൻ. അതുകൊണ്ട് ഞാൻ ഔട്ട് ഓഫ് ദ മണി എടുക്കാൻ പോകും. എന്തിനാ പോകുന്നത്? എന്റെ അടുത്ത് പൈസ ഇല്ല, അത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. 46, എത്രയാന്ന് മറന്നുപോയി, നോക്കട്ടെ. 46,400. 46,400 ഇവിടെ 40 കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? 46,400 പുട്ട് ഓപ്ഷൻ, അതാണ് എനിക്ക് വേണ്ടത്. നോക്കിയാൽ 46 ഇതിന്റെ മന്ത്ലി എക്സ്പയറി ഉണ്ട്, വീക്ക്ലി എക്സ്പയറി ഉണ്ട്. അത് രണ്ടും ഞാൻ എടുത്തു. എന്നിട്ട് ഞാൻ ഒന്ന് നോക്കട്ടെ. ഓക്കെ, 46,400ന്റെ പുട്ട് ഓപ്ഷൻ, മന്ത്ലി പുട്ട് ഓപ്ഷൻ ആണെങ്കിൽ 46,400ന്റെ മന്ത്ലി എക്സ്പയറി, മറ്റേതായിട്ടില്ല. 46,400ന്റെ 20th എക്സ്പയറി, ഇത് നമ്മൾ ആഡ് ചെയ്യണം. നോക്കാം. ഓക്കെ, 46, ഇത് കോൾ ഓപ്ഷൻ, ഐ എം വെരി സോറി. 46,400ന്റെ പുട്ട് ഓപ്ഷൻ, ഓക്കെ, അതെടുത്തു. നോക്കിയേ, 46,400ന്റെ വീക്ക്ലി എക്സ്പയറി ആണ് 258 രൂപ കൊടുത്താൽ മതി. മന്ത്ലി എക്സ്പയറി ആണ് 431 കൊടുക്കണം. അപ്പം മറ്റേത് എടുക്കണേ 354 കൊടുക്കണം. ഇത് വെറും 288 കൊടുത്താൽ മതി. മറ്റേത് 5,000 എത്ര രൂപ വേണമെങ്കിൽ ഇവിടെ എത്ര കൊടുത്താൽ മതി? 288 ഇൻറ്റു 15, 430 രൂപ കൊടുത്താൽ മതി. അതിന്റെയും താഴോട്ട് പോയാൽ പിന്നെയും പ്രൈസ് കുറയും. എത്രയാ? 46,000. അതിന്റെ ഏറ്റവും താഴെ 46,000. ഇവിടെ ആലോചിക്കാം, 46,000ത്തിന്റെ പുട്ട് ഓപ്ഷൻ ആണ് ഞാൻ എടുക്കുന്നതെന്ന് വിചാരിക്കുക. 46,000. നോക്കി, ഇവിടെ 46,000 പുട്ട് ഓപ്ഷൻ 20th ഉണ്ട്. നോക്കുക, അതിന് പ്രൈസ് എത്രയായിരിക്കും? കുറവായിരിക്കും. 155 രൂപ കൊടുത്താൽ മതി. എന്ന് വെച്ചാൽ 155 ഇൻറ്റു 15 ക്വാണ്ടിറ്റി വെറും 2,325 രൂപ കൊടുത്താൽ നമുക്ക് ഈ കോൺട്രാക്ട് വാങ്ങാൻ പറ്റും. പക്ഷെ പ്രൈസ് എന്ത് ചെയ്യണം? അത്രയും ഇവിടുന്ന് എൻട്രി എടുത്ത് ഇതൊക്കെ കടന്ന് ഇവിടെ എത്തിയാലേ നമുക്ക് പ്രോഫിറ്റ് ആവാൻ തുടങ്ങുള്ളൂ. അപ്പൊ ഔട്ട് ഓഫ് ദ മണി എടുക്കുന്നത് എപ്പോഴും ട്രാപ്പ് ആയിരിക്കും. അപ്പൊ ഔട്ട് ഓഫ് ദ മണി എന്ന് പറഞ്ഞാൽ അത്രയും പ്രോബിലിറ്റി കുറവാണ്. കാരണം പ്രൈസ് അത്രയും മൂവ്മെന്റ് ചെയ്ത് താഴെ വന്നാലേ നമുക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ. അതിനിടയ്ക്ക് പ്രൈസ് ഡീകെ എന്ന് പറഞ്ഞ സാധനമുണ്ട്. പ്രൈസ് ഡീകെ എന്ന് പറഞ്ഞാൽ എന്താ?
പ്രൈസ് നമ്മുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഇവിടെ കാണുന്ന പ്രൈസ് ആയിരിക്കില്ല നമ്മുടെ ചാർട്ടിൽ ഉണ്ടാവുക. പ്രൈസ് മാറുന്നതനുസരിച്ച് പ്രൈസിന്റെ ഡി കെ തീറ്റ എന്നൊക്കെ പറഞ്ഞ കുറെ സാധനങ്ങളുണ്ട്. അത് കുറഞ്ഞുകൊണ്ടിരിക്കും. അത് കുറഞ്ഞ എന്താവും, പ്രോഫിറ്റ്സ് കുറവായിരിക്കും. എന്ന് വെച്ചാൽ പ്രൈസ് ഇപ്പൊ 100 രൂപേന്റെ ഒരു സാധനം വാങ്ങി, നമ്മൾ 100 രൂപയ്ക്ക് വാങ്ങി പ്രൈസ് താഴോട്ട് പോകുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് എന്ന് വിചാരിക്കാം. പ്രൈസ് 80-ലെത്തി, 90-ലെത്തി, സോറി 80-ലെത്തി, 70-ലെത്തി, പ്രൈസ് താഴോട്ട് വന്നു കൊടുക്കുക. പ്രൈസ് ഒരു അനക്കം തിരിച്ചൊന്ന് മേലോട്ട് അനങ്ങി കഴിഞ്ഞാൽ ഈ 70-ലെത്തിയ സാധനം ചിലപ്പോൾ ഒറ്റയടിക്ക് 100-ലെത്തും. അപ്പൊ നമ്മുടെ എന്താവും, സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവും. പ്രൈസ് ഡി കെ എന്ന് പറഞ്ഞ സാധനമൊക്കെ ഉണ്ട്, അത് കൺഫ്യൂഷൻ ഒക്കെ ഉണ്ട്. അപ്പം ഔട്ട് ഓഫ് ദ മണി എടുത്താൽ നമുക്ക് എന്താവും, ട്രാപ്പ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. എപ്പോഴും എന്ത് ചെയ്യുക, അറ്റ മണിയും ഇൻ ദ മണി എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇത്രയും ഞാൻ ഓപ്ഷൻസിനെ കുറിച്ച് ഇപ്പൊ സംസാരിക്കുന്നുള്ളൂ. ഡീറ്റെയിൽ ആയിട്ടുള്ള പിന്നെ സംസാരിക്കും, കാരണം ഇത് വീഡിയോന്റെ ലെങ്ത് വളരെ കൂടിയിട്ടുണ്ട്. അപ്പം ഇത് കാണുക, ഇത് കണ്ടിട്ട് ക്ലിയർ ആവുന്നതാണ് എന്റെ എക്സ്പെക്ടേഷൻ. അഥവാ ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റിലൂടെ ചോദിക്കുക, അല്ലെങ്കിൽ ഡിസ്കോഡിലൂടെ ചോദിക്കുക. കുറെ പേര് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. വാട്സപ്പ് എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് SMC സ്റ്റുഡൻസിന് മാത്രം സപ്പോർട്ട് ചെയ്യുന്നൊരു സപ്പോർട്ടാണ് അതിൽ കൊടുക്കുക വാട്സപ്പിൽ. അപ്പൊ എല്ലാവർക്കും കൂടെ അതിൽ സപ്പോർട്ട് തരാൻ പറ്റില്ല. അപ്പൊ ഡിസ്കോഡിൽ കൂടെ ചോദിക്കുക. ഡിസ്കോഡിൽ ചോദിച്ചാൽ എന്താക്കുക, ഞാൻ അതിൽ കയറുമ്പോൾ നിങ്ങളുടെ ഡൗട്ട്സ് ഡിസ്കോഡ് ക്ലിയർ ചെയ്ത്, അല്ലാത്തവർക്ക് മാത്രമാണ് വാട്സപ്പിൽ സപ്പോർട്ട് ഉണ്ടാവുക, അഡ്വാൻസ് SMC പഠിക്കുന്നവർക്ക്. ഓക്കെ, അപ്പൊ ഇത് നോക്കുക, ഇത് ക്ലിയർ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ക്ലിയർ ആയാലും ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക, ആയെങ്കിൽ ആയിന്നിട, ഇല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ ഇട്ടേക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും ഇന്നത്തെ കാര്യത്തിൽ സംസാരിക്കാനുള്ളൂ. ഇനി അടുത്തതിൽ വരുന്നതിൽ ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, താങ്ക് യു.